once again I welcome all. സോ നമ്മുടെ FCAT എക്സാം ഇപ്പോൾ നടക്കാൻ പോവാണ്. 23rd, 24th, 25th ആണ് എക്സാം ഡേറ്റ് വരുന്നത്. സോ ഞാനിപ്പം കൊണ്ടുവന്ന ഈ സ്പോട്ടിംഗ് ഇറർ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും നിങ്ങളുടെ എക്സാം സമയത്ത്. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എക്സാമിൽ നമ്മുടെ സ്പോട്ടിംഗ് ഇററിൻ്റെ പാറ്റേൺ എപ്പോഴും സെയിം ആയിരിക്കും. പക്ഷേ നമ്മൾ ആ സെൻറ്റൻസ് പോകുമ്പം ആ സെൻറ്റൻസ് വേറേതായിരിക്കും, പക്ഷേ സെയിം ആയിരിക്കും പാറ്റേൺ. അപ്പോൾ ആ പാറ്റേൺ വഴി നമുക്ക് എങ്ങനെ ആ ക്വസ്റ്റ്യൻ നമുക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം എങ്ങനെയാണെന്ന്. നൈദർ ഐ നോർ മൈ ഫ്രണ്ട്സ് ആർ ഗോയിങ് ടു വാക്ക് ഡൗൺ ദാറ്റ് സ്ട്രീറ്റ്. ഓക്കെ, അപ്പം നിങ്ങൾക്കിവിടെ 4 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ A, B, C, D. അപ്പം ഇത് നോക്കാം. നമുക്ക് നൈദർ ഐ നോർ, അപ്പോൾ നമുക്കറിയാം ഇതുപോലെ നൈദർ ഇതിൻ്റെ കൂടെ വരുന്നതാണ് നമ്മുടെ നോർ. ഓക്കെ, ഐദറിൻ്റെ കൂടെ വരുന്നതാണ് നമ്മുടെ ഓർ. ഓക്കെ, നിങ്ങളുടെ ഈ എക്സാമിൽ സ്പോട്ടിംഗ് ഇററിൽ ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും ഈ ബേസിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നൈദറിൻ്റെ കൂടെ എപ്പോഴും നോർ വരും, ഐദറിൻ്റെ കൂടെ എപ്പോഴും ഓറും വരും. ഓക്കെ, സോ നമുക്കിവിടെ നോക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് 3 നോക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ നൈദർ ഇതിനെ തമ്മിൽ മാച്ച് ആവുന്നുണ്ടോ നോക്കാം. അപ്പോൾ നമ്മുടെ രണ്ടും കഥ സെയിമാണ്. ഓക്കെ, അപ്പം നൈദർ ഐ നോർ മൈ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് നോക്കാനുള്ളത് വെച്ചാൽ ഇവിടെ ഈ ആറില്ലേ, അപ്പോൾ ഇവിടെ 2 ആൾക്കാരുണ്ട്. ഐ ഉണ്ട്, മൈ ഫ്രണ്ട്സും ഉണ്ട്. അങ്ങനെ 2 ആൾക്കാരിവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാമെന്ന് വെച്ചാൽ ഈ ആരാണ് ഈ നോറിൻ്റെ അടുത്ത് വരുന്നത്? ഫ്രണ്ട്സ്. So friends here is a plural. So the verb which we are going to use here is the are. We need here the verb should be plural. Okay, so ഇവിടുത്തെ ആൻസർ നമുക്ക് വരുന്നതാണ് ഓപ്ഷൻ C, നോ എറർ. ഓക്കെ, താഴോട്ട് പോകുമ്പോഴാണ് I may spend this summer vacations with one of my friends in the backwards water of Kerala. അപ്പോൾ നോക്കോളെ I may spend this summer vacations with one of my friends in the backwaters of Kerala. അപ്പം ഇവിടെ നോക്കാനുള്ളത് നമുക്ക് കണ്ടില്ലേ, I spend this summer vacations അതുകൊണ്ട് ഈ സമ്മർ വെക്കേഷൻ എന്ന്. അപ്പം അതൊരു സിംഗിൾ ആയിരിക്കും, ഒരിക്കലും അതിൻ്റെ കൂടെ എസ് വരത്തില്ല. ഓക്കെ, സോ ഇവിടെ നമുക്ക് എസ് വേണ്ട. ഓൺലി വി നീഡ് ഹിയർ ഈസ് ദ വെക്കേഷൻ. സോ ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ദ പെയർ ഓഫ് ഡയമണ്ട് ഇയറിങ്സ് വിച്ച് യു ബ്രോട്ട് മീ യെസ്റ്റർഡേ ആർ എക്സ്പെൻസീവ്. ഓക്കെ, സോ ഇവിടെ നോക്കാനുള്ളത് വെച്ചാൽ നമ്മുടെ ഷൂസായി, അതുപോലെ നമ്മുടെ സോക്സ്, പാൻറ്റ്, ഇതെല്ലാം നമ്മുടെ 2 ഒന്നിച്ച് വരുന്നതാണ്. നമ്മുടെ സ്പെക്ടക്കിൾസ് നമ്മളതല്ല അതുപോലെ തന്നെ ഷൂസ്. അപ്പം ഈ വരുന്നതെല്ലാം വെച്ചാൽ ഇതൊരു സിംഗിൾ പെയറാണ്, പക്ഷേ അതിന് 2 ജോഡിയുണ്ട്. ഓക്കെ, സോ ഇവിടെ നോക്കി ഇത് പെയർ ഓഫ് ഡയമണ്ട് ഇയറിങ്സ്. ഓക്കെ, അപ്പം ഈ പെയർ വെച്ചത് സിംഗിളാണ്, ഒറ്റ സമയമാണ് കേട്ടോ. അപ്പം ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഇത് പറയുന്നതെന്ന് വെച്ചാൽ സബ്ജക്റ്റ്, ഇൻ കേസ് സബ്ജക്റ്റ് ഈസ് സിംഗുലർ ദെൻ ദി വെർബ് ഷുഡ് ബി സിംഗുലർ. ഓക്കെ, സോ നമുക്ക് നോക്കാനുള്ള നമ്മുടെ ഈ പെയർ
എന്താണ്? സിംഗിൾ പെയറാണ്. ഓക്കെ, സിംഗിൾ പെയർ ഓഫ് ഡയമണ്ട് ഇയറിങ്സ്. സോ ദി verb should be single. So the answer should be here is should be R should be is. Okay, the pair of diamond earrings which you brought me yesterday is expensive. Okay, the World Health Organization WHO declared India officially polio free in 2014 after some 2.3 million medical staffs and 155,000 supervisors treated 172 million children. സോ നോക്കാം നമുക്ക്. പോളിമറൈസേഷൻ 2 കണ്ടില്ലേ, ഈ കാണുന്ന കണ്ടില്ലേ, ആഫ്റ്റർ സം 2.3 മില്യൺ മെഡിക്കൽ സ്റ്റാഫ്സ്. അപ്പം ഈ സ്റ്റാഫ് ഉണ്ടോ, STAFF, ഈ സ്റ്റാഫ് ഇറ്റ് ഈസ് എ കളക്റ്റീവ് നൗൺ. ഓക്കെ, അപ്പം ഈ കളക്റ്റീവ് നൗൺ അതിനർത്ഥം എന്തുവാ? ഈ സ്റ്റാഫ് അതിൻ്റെ പ്ലൂറലിലും അത് സ്റ്റാഫ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഒരു പറഞ്ഞ എന്തോ വരും ഇവിടെ, ആഫ്റ്റർ സം 2.3 മില്യൺ മെഡിക്കൽ സ്റ്റാഫ്സ്. അപ്പോൾ നമുക്ക് യെസ് വേണ്ട ഇവിടെ. സ്റ്റാഫ് ഈസ് ഓൾറെഡി ഹിയർ ദി പ്ലൂറൽ. ഓക്കെ, സോ ദ ഓപ്ഷൻ ഷുഡ് ബി ബി. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്. India's vast COVID-19 vaccination program offer an example to even the rich nations. India's vast COVID-19 vaccination program. Okay, so India offer. സോ നമുക്ക് നോക്കുമ്പോൾ ഈ നിങ്ങൾ തന്നെ ആലോചിക്കുക, ഈ ഓഫർ അത് ഈ സ്ഥലത്ത് ഓക്കെ ആണോ? അല്ല. സോ വാക്സിനേഷൻ പ്രോഗ്രാം ഓഫേഴ്സ് ആൻ എക്സാമ്പിൾ ടു ഈവൻ ദ റിച്ച് നേഷൻസ്. അതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. സോ ഈ അടുത്ത് വരുന്നതാണ് നമ്മളെ മോഹൻ ഈസ് വൺ ഓഫ് ദോസ് ബോയ്സ് ഹൂ ഹാസ് എക്സ്പ്രസ്ഡ് വില്ലിങ്നെസ് ഫോർ ജോയിനിങ് ദി എഡ്യൂക്കേഷണൽ ടൂർ. ഇവിടെ നോക്കാം എന്താണെന്ന് വെച്ചാൽ, മോഹൻ എവിടെ നിന്നാണ്? ഫ്രം ദോസ് ബോയ്സ്. എന്ന് വെച്ചാൽ കുറേ കൂട്ടത്തിൽ നിന്ന് ആണ് നമ്മൾ മോഹൻ ഇവിടെ പിക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ എപ്പോഴും നോക്കണം നമുക്ക്, ഈ മോഹൻ ഇവിടെ സിംഗുലറാണ്. ഓക്കെ, അപ്പം ഈസ് വൺ ഓഫ് ദോസ് ബോയ്സ് ഹൂ ഹാസ്. അപ്പം നിങ്ങൾ ഈ ദോസിൽ നിന്ന് നമ്മൾ ഒരാളെ എടുക്കുക. അപ്പം ഈ ദോസ് ബോയ്സ് ഒരു പ്ലൂറലായിരിക്കുമേ. അപ്പം ഈ ഹാസ് ഇവിടെ വരാൻ പറ്റുമോ? ഇല്ല. സോ ഇവിടെ കറക്റ്റ് വരേണ്ടതെന്ന് വെച്ചാൽ ഹാസ് കട്ട് ചെയ്തിട്ട് ഇവിടെ ഹാവാണ് ഇവിടെ വരേണ്ടത്. ഓക്കെ, എന്ന് വെച്ചാൽ ദിസ് ഹാവ് വി ബ്രോഡ് ഫ്രം ദോസ് ബോയ്സ്. ഓക്കെ, neither of the children seemed concerned about the journey through. ഇപ്പോൾ ഇവിടെ നോക്കാനുള്ള വെച്ചാൽ neither of ഏതിനാണ്? ചിൽഡ്രൻ സീംഡ്. ഓക്കെ, അപ്പം ഈ neither ആണ് എന്തുവാണ്? അതൊരു പ്ലൂറലാണ്. ഓക്കെ, അതുപോലെ തന്നെ ചിൽഡ്രൻ, നമ്മുടെ ചൈൽഡ് എന്താണ്? അത് സിംഗുലറാണ്. അത് പ്ലൂറലാകുമ്പം അത് ചിൽഡ്രൻ ആവുന്നതാണ്. അപ്പം ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു എമ്മങ്ങിൽ നിന്നാണ് നമ്മൾ എടുത്തേക്കുന്ന ചിൽഡ്രൻസ്. അപ്പം ഇവിടുത്തെ ഓപ്ഷൻ നോ ഇറർ ആയിരിക്കും ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത്. Not only Shami but also Kohli were injured and could not play the match.
അപ്പം നോട്ട് ഉള്ളി നമുക്കറിയാം എപ്പോഴും വരുന്നതാണ് നമ്മുടെ നോട്ട് ഒള്ളി, അതുപോലെ ബട്ട് ഓൾസോ. ഇത് രണ്ടും എപ്പോഴും കൂടെ കാണുന്ന സംഭവമാണ്. ഇപ്പോൾ നമ്മുടെ ബിറ്റ്വീൻ, അതുപോലെ ആൻഡ്, പിന്നെ ഫ്രം, ടു. അപ്പോൾ ഇതൊക്കെ ഇതൊരു സെയിം ഒരു സംഭവങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ എപ്പോഴും കൂടെ ഇരിക്കുന്ന സംഭവങ്ങളാണ് അതൊക്കെ. ഓക്കെ, അപ്പോൾ നോട്ട് ഒള്ളി ഷമ്മി ബട്ട് ഓൾസോ കോഹ്ലി. അപ്പോൾ അറിയാം നമുക്ക് ഈ നോട്ട് ഒള്ളി ബട്ട് ഓൾസോ എപ്പോഴും സിംഗുലറാണ് എപ്പോഴും എടുക്കുന്നത് വെർബ്. ഓക്കെ, ഇപ്പം നമ്മുടെ ഈ ബട്ട് ആൾസോ കഴിഞ്ഞിട്ടുള്ള എന്താണ് ഇവിടുത്തെ നൗൺ എന്താണ് ഇവിടുത്തെ സിംഗുലറാണ്. അപ്പം അതിൻ്റെ അക്കോർഡിങ്സ് ചെയ്തായിരിക്കും അടുത്ത വെർബ് വരാൻ പോകുന്നത്. അപ്പം നമ്മൾ കോഹ്ലി കമ്പയർ ചെയ്യുന്ന സമയത്ത് കോഹ്ലി സിംഗുലറാണ്, അപ്പം വെർബും സിംഗുലർ ആവണം. ഓക്കെ, അഥവാ ഇൻ കേസ് ഇവിടെ വല്ലതും ഒരു ടീമാണ് വിചാരിച്ചോ, എന്നുവെച്ചാൽ എങ്ങനത്തെ ഇപ്പം നമുക്ക് പറയാൻ പറ്റും, നമുക്ക് വേണമെങ്കിൽ പോലീസ്. അപ്പം പോലീസ് ആണെങ്കിൽ പോലീസ് എപ്പോഴും ഒരു സിംഗുലർ അല്ലാതെ പോലീസ് എപ്പോഴും പ്ലൂറലായിരിക്കും. പോലീസ് മാൻ ആണ് അവിടെ സിംഗുലർ. അപ്പം ഇവിടെ പോലീസ് ആണെങ്കിൽ ഇവിടെ വേറെ വരും, കറക്റ്റായിരിക്കും. അപ്പം ഈ സ്ഥലത്ത് റൈറ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഈ നമ്മുടെ കോഹ്ലി എന്താണ് ഇവിടെ സിംഗുലറാണ്. അപ്പം ഇവിടെ വരുന്ന വെർബ് വോസ് ആണ്. ഓക്കെ, ഇത് കറക്റ്റ് ആൻസർ ഇവിടെ വോസ് ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ്. ഓക്കെ, സോറി, ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ വേറ് ഇവിടെ വരാൻ പറ്റത്തില്ല, ഇവിടെ വരേണ്ടത് വോസ് ആണ് ഇവിടെ വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് നൈദർ ടീച്ചേഴ്സ് ഓർ ദി പ്രിൻസിപ്പാൾ റിവോൾട്ടഡ് എഗനസ്റ്റ് ദി ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. അപ്പോൾ നമുക്കറിയാം ഇവിടെ കാണുന്ന നൈദർ പിന്നെ നമ്മുടെ ഓർ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഐദർ ഓറാണ് എപ്പോഴും വരുന്നത് കമ്പാനി വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സമയത്ത് നൈദറിൻ്റെ കൂടെ എപ്പോഴും ഇവിടെ വരേണ്ടതാണ് നോർ. ഓക്കെ, അപ്പം ഇവിടെ ഓറിന് പകരം ഇവിടെ വരേണ്ടതാണ് നമ്മുടെ നോർ. ഓക്കെ, ദി മുനിസിപ്പാലിറ്റി ഈസ് ഗോയിങ് ടു ബിൽഡ് എ ന്യൂ സ്കൂൾ നിയർ ദി പാർക്ക്. ദി മുനിസിപ്പാലിറ്റി സിംഗുലർ ആണ്. ഓക്കെ, ഈസ് ഗോയിങ് ടു ബിൽഡ്. കണ്ടില്ലേ, നമുക്കറിയാം നമ്മുടെ ടു കഴിഞ്ഞ് വരുന്ന വെർബ് ഒന്നെങ്കിൽ അത് V1 ആവണം, അല്ലെങ്കിൽ V4 ആവണം. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മുടെ ടു കഴിഞ്ഞ് ശേഷം വരുന്ന വെർബ് ഒന്നെങ്കിൽ സിംഗുലർ ആവണം, അല്ലെങ്കിൽ പിന്നെ ആ വെർബ് ING ഫോം ആവണം. ഓക്കെ, അപ്പം ഈ V1, അപ്പം നിങ്ങൾ നോക്ക്, BUILT ബിൽഡ്, ഇതിൻ്റെ ഈ ഫോം അല്ല, അത് നമ്മുടെ BUILD ബിൽഡ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പം നമ്മുടെ പ്രോപ്പർ B1 വരേണ്ടത്. ഓക്കെ, അപ്പം ഈ 2 കഴിഞ്ഞ് വന്ന ഈ വെർബ് B1 ആവേണ്ടത്. പക്ഷേ അവർ കൊടുത്തേക്കുന്ന ഈ വെർബ് ഏതാ, ഇത് V3 ആണിത്. ഓക്കെ, അപ്പം അതിന് പകരം ഈ ബിൽറ്റിന് പകരം നമുക്ക് വേണ്ടത് BUILD ബിൽഡ്. ഇതാണ് നമുക്ക് വേണ്ട ഇവിടുത്തെ വെർബ്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ്. We returned to the guest house impressed by what we had seen. We returned to the guest house impressed by what we had seen. We returned from to home house impressed by the what we had seen. അപ്പം ഇവിടുത്തെ വെർബും ഇവിടുത്തെ കമ്പയർ സമയത്ത്
ഇത് ഓക്കെ ആണത്, കുഴപ്പമില്ല ഇതിന്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ. ഇവിടെ നോ എറർ ആണ് ഇവിടെ വരുന്നത്. ഓക്കെ. ദേ വാക്ക്ഡ് ബിസൈഡ്സ് ഈച്ച് അതർ ഇൻ സൈലൻസ്. അപ്പം നമുക്ക് ബിസൈഡ് എന്താണ്, അതുപോലെ തന്നെ ബിസൈഡ് വെച്ചാൽ നെക്സ്റ്റ് ടു എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറയാം മൈ മദർ ഈസ് സിറ്റിംഗ് ബിസൈഡ് ടു മീ. എൻ്റെ അമ്മ എൻ്റെ അടുത്തിരിക്കുവാണ് വെച്ചാൽ നെക്സ്റ്റ് ടു ഇരിക്കുവാണ്. ഇപ്പം ഞാൻ പറയാം മൈ ഗേൾ ഫ്രണ്ട് ഈസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു ബിസൈഡ് മീ. അപ്പം എൻ്റെ അടുത്തിരിക്കുവാണ്. ബിസൈഡ്സ് എന്ന് വെച്ചാൽ അഡീഷണൽ ടു. ഓക്കെ. ഈ എസ് ഇല്ലെങ്കിൽ ബിസൈഡ് വെച്ചാൽ നെക്സ്റ്റ് ടു ആണ് വെച്ചാൽ എൻ്റെ അടുത്തിരിക്കുവാണ്. ഇതാണ് ഈ കാണുന്ന ബിസൈഡ്സ് ആണ് നമ്മൾ അഡീഷണൽ ടു പറയുന്നത്. ഓക്കെ, അഡീഷണൽ ടു. അപ്പോൾ നമുക്ക് ദേ വാക്ക്ഡ് ബിസൈഡ്സ് ഈച്ച് അതർ. നടന്നു, നെക്സ്റ്റ് ടു അവിടെ വരേണ്ടത്. അവർ നടന്നു കൂടെ. അപ്പം ഈ ബിസൈഡ്സ് ഇവിടെ വരണ്ട. നമുക്ക് വേണ്ട ബിസൈഡ് വെച്ചാൽ BESIDE ആണ് വേണ്ടത്. നമുക്ക് വേണ്ടത് വെച്ചാൽ ഷീ വാക്ക്ഡ് ബിസൈഡ് മീ. അവൾ വെച്ചാൽ അവർ നടന്നു. ഓക്കെ. കട്ട്. The boss was irritated by him neglecting the duties and not listening to his advice. The boss was irritated by, ഇപ്പം നമുക്ക് ഇവിടെ ബൈ ഹിം. ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്? ഇവിടെ നമുക്ക് വേണ്ടത് പൊസഷനാണ് വേണ്ടത്. അപ്പം ബൈ ഹിം അല്ല, ബൈ ഹിസ് neglecting the duties and not listening to his advice. So option 2 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. The boss was irritated by his neglecting. ഓക്കെ. സോ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ള സമയം കുറച്ച് ക്രൂഷ്യലായിരിക്കും. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക. മാക്സിമം അറ്റംപ്റ്റ് ചെയ്ത് നോക്കണം. എന്ന് വെച്ചാൽ ഇംഗ്ലീഷാണ് ഏറ്റവും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ FCAT തന്നെ. സോ അതൊക്കെ നമ്മൾ നോക്കുക. ഓക്കെ. സോ ഐ ഗിവ് ഓൾ ദി ബെസ്റ്റ് ടു യു ഓൾ. സോ നെക്സ്റ്റ് വീഡിയോ കാണാം.